ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാൻ നമ്മൾ ബേക്കറിയിൽ നിന്നെല്ലാം വാങ്ങാൻ കിട്ടുന്ന ഒരു ബിസ്ക്കറ്റില്ലേ, അപ്പോൾ ആ ബിസ്ക്കറ്റിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ ഗൈസ്? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം, വരൂ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് നമ്മൾ ബേക്കറിയിൽ നിന്നെല്ലാം വാങ്ങുന്നില്ലേ, അതേപോലത്തെ ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അതിന് വേണ്ടി കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്? സൺഫ്ലവർ ഓയിൽ. അപ്പോൾ ഞാനത് ഈ പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രയാണോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത്ര നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പഞ്ചസാര വേണം. അപ്പോൾ പഞ്ചസാരയിലേക്ക് ഇട്ട് കൊടുക്കണം. പൊടിച്ച പഞ്ചസാരയാണ് എടുക്കേണ്ടത്. പൊടിച്ച പഞ്ചസാര നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടാണ് നമുക്കിത് മിക്സ് ആക്കേണ്ടത്. പൊടിച്ച പഞ്ചസാര പൊടിച്ച് ഞാൻ കുറച്ച് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ എടുത്തിട്ടിടുന്നത്. പോരെങ്കിലും നമുക്ക് കുറച്ചുകൂടി പൊടിക്കേണ്ടി വരും. തീരെ ഇല്ല, ഉണ്ട് എന്നാണ് വിചാരിച്ച് നോക്കുമ്പോൾ പോരാ. കുറച്ച് വേഗം ഞാൻ പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ പഞ്ചസാര പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. പഞ്ചസാര പൊടിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി നമുക്ക് മിക്സാക്കാം. ഇപ്പം നല്ലോണം മിക്സാക്കണം. കറണ്ട് പോയി ഗൈസ്. ഇപ്പം ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ഇട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതും കൂടി നമുക്ക് മിക്സാക്കാം. ഇത് പാലിൽ ഞാൻ കുറച്ച് മഞ്ഞൾ ചേർത്തതാണ് ബിസ്ക്കറ്റിൻ്റെ മേലെ നമുക്കൊന്നാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആവശ്യമാണെങ്കിൽ ഇത് കുഴക്കാൻ കുറച്ച് പാലെടുക്കേണ്ടി വരുവേ. ഇതിനെക്കൊണ്ട് ശരിക്കും കുഴ റെഡിയാവുന്നില്ലെങ്കിൽ. അപ്പം ഞാനിനി കുഴക്കാൻ നോക്കട്ടെ. അപ്പോൾ ഇതിൽ കുറച്ച് ബേക്കിംഗ് സോഡ, ഒരു തരി ഉപ്പ് എല്ലാം ഇട്ട് മിക്സ് ചെയ്ത പൊടിയാണേ. അപ്പോൾ അതിനകത്ത് കുറേശ്ശെ ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് കുഴച്ചിട്ട് നമുക്ക് നോക്കാം. വേണ്ടിക്കിൽ വീണ്ടും കുഴക്കാം. കുഴച്ച് നോക്കിയിട്ട് വേണ്ടിക്കിൽ പൊടീനെ എടുക്കും. ഇല്ലെങ്കിൽ കുറച്ച് പാലൊഴിച്ച് കൊടുക്കേണ്ടി വരും. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ഇത് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് പാൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് കുഴ റെഡിയാകാൻ വേണ്ടിയിട്ട്. നോക്കിയിട്ട് വേണ്ടിക്കിൽ പിന്നെ ഒഴിച്ചാൽ മതി. ഒന്ന് കുഴ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ലേശം ഒന്ന് ഒഴിച്ച് കൊടുത്തതാണ്. എന്നിട്ട് മൊത്തത്തിൽ ഞാനിതൊന്ന് കുഴച്ചെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ അകത്ത് വെച്ചിട്ടൊന്ന് നല്ല ക്ലിയർ ആക്കണം അതിനെ. എന്നിട്ട് വേണം ബിസ്ക്കറ്റിൻ്റെ ഷേപ്പാക്കിയിട്ട് എടുക്കാൻ.
കുഴച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിത് കുഴച്ചതിൻ്റെ ശേഷം പ്ലാസ്റ്റിക്കിൻ്റെ അകത്ത് വെച്ചിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഇതിനെ ഒന്ന് കട്ടിയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം വെച്ചിട്ട് വരുന്നേ. ഞാൻ കുറച്ച് നേരം ഒന്ന് ഉറച്ച പോലെ അയരം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ഇതായിട്ട് മുറിച്ചെടുക്കാം. ഓരോരോ പീസുകളായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഓരോ പീസ് എടുത്തിട്ട് നമുക്ക് നമ്മളെ ബിസ്ക്കറ്റിൻ്റെ രൂപത്തിലാക്കിയിട്ട് വെക്കാം. എന്നാ പൂച്ചേ, ഓരോരോ ബിസ്ക്കറ്റിനെ ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്. കണ്ടല്ലോ, അപ്പം ഞാനെല്ലാം വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ബിസ്ക്കറ്റെല്ലാം ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ പാല് മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതിനെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇത് മുട്ടയിൽ വേണ്ടിക്കലും ആക്കാം. മുട്ടേൻ്റെ മഞ്ഞ ഉണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് വേണ്ടിക്കലും ആക്കിയിട്ട് ഇതേപോലെ ആക്കാം. അപ്പോൾ ഇതിന് നല്ലൊരു ഫിനിഷിങ് ഉണ്ടാവും. ഇതായി കഴിഞ്ഞ് നോക്കുമ്പോൾ അതിന് വേണ്ടി ചെയ്യുന്നതാണ്. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് വെള്ളം വിതറി കൊടുക്കട്ടെ. കുറച്ച് മാത്രം എള്ള് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ ബിസ്ക്കറ്റിന്. അപ്പം എല്ലാവർക്കും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഇതാ ഗൈസ്, ഞാനിതിൽ വെച്ചിട്ടുണ്ട്. ആയിട്ട് നമുക്കിനി കാണാം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റ് ആയോ എന്ന് നമുക്കൊന്ന് നോക്കാം. ആഹാ, അടിപൊളിയായിട്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കിത് വാങ്ങാലോ. അപ്പോൾ വാങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, ഇതിൽ ഞാൻ ബിസ്ക്കറ്റെല്ലാം വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ, ഇതാ എൻ്റെ അടിപൊളി ബിസ്ക്കറ്റല്ലേ. ഇതാ കണ്ട. അപ്പോൾ ഇത് ആറിക്കഴിഞ്ഞാൽ നല്ല സൂപ്പർ ബിസ്ക്കറ്റാണ്, ഒന്നും പറയാനില്ല. ഇതാ കരിഞ്ഞിട്ടും ആയിട്ടും ഒന്നുമില്ല കേട്ടോ. എല്ലാം അതിൻ്റെ പാകത്തിന് തന്നെ കിട്ടി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.